വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് നീലക്കൊടിവേലിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ വീടുകളിലെ എല്ലായിടത്തും ഉണ്ടാവും പ്ലംബോവ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് നാമം, നീലക്കൊടിവേലിന്റെ. അത് നമുക്ക് ഈ ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതാണ് നീലക്കൊടിവേലി. അപ്പൊ ഈ കൊടിവേലിക്ക് ഇപ്പൊ പൂവില്ലെന്നുള്ളൂ. ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ ഇപ്പൊ പൂവിന്റെ സീസൺ അല്ല, അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളെ കാണിക്കാത്ത ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഈ കൊടിവേലിയുടെ ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. കൊടിവേലി നമുക്ക് സാധാരണയായിട്ട് വീടുകളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പൈൽസ് ഇല്ലേ, പൈൽസ് രോഗത്തിന് കൈക്കൊണ്ടൊരു ഔഷധമാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞോ. അതിന്റെ കുറച്ച് കിഴങ്ങുകൾ മേടിക്കാം, വൈദ്യക്കടയിൽ നിന്ന് കിഴങ്ങുകൾ മേടിച്ചിട്ട് അതിന്റെ പൊരിപ്പ് ഗ്ലൗസ് ഇട്ടിട്ട് കളയാം, അല്ലെങ്കിൽ പൊള്ളലേക്ക് കഴിയുമ്പോൾ. എന്നിട്ട് അത് ചുണ്ണാമ്പ് കലക്കിയ വെള്ളത്തിലേക്ക് ഇടാം. അപ്പൊ റെഡ് കളറായിട്ട് വരും. ആ റെഡ് കളറായിട്ട് വരുന്നത് മാറ്റി മാറ്റി 3 പ്രാവശ്യം ഉപയോഗിക്കുക. അങ്ങനെ മാറ്റി മാറ്റി കളഞ്ഞ് പിന്നെ എൻ്റെ റെഡ് കളർ കുറയുമ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നടുക്കൊരു ഞരമ്പുണ്ട്. ആ ഞരമ്പ് നമ്മൾ എടുത്ത് കളയണം. എന്നിട്ട് അത് അരച്ച് ലേഹ്യം പോലെ ആക്കിയിട്ട് നമ്മൾ ശർക്കര കൂട്ടി, കരിപ്പെട്ടി ശർക്കരയോ അല്ലെങ്കിൽ ശർക്കര കൂട്ടിയിട്ട് ലേഹ്യ പരിപത്തിനാക്കി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ച് 3 നേരം കഴിക്കുകയാണെങ്കിലേ പെട്ടെന്ന് നമ്മുടെ പൈൽസൊക്കെ മാറി കിട്ടും. അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ക്യാൻസർ സംബന്ധമായ രോഗങ്ങളൊക്കെ നമ്മുടെ വയറ്റിൽ ഉടലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കിഴങ്ങ് ഇങ്ങനെ ശുദ്ധി ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കി പൗഡറാക്കി വെക്കാം. അതിന്റെ ഞരമ്പ് കളയണം, പ്രത്യേകം ഞരമ്പ് കളയാനോ ഓർക്കണം. എന്നിട്ട് പൗഡറാക്കി വെച്ചതിന് ശേഷം മോരിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അൾസർ, കുടൽ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസറിനൊക്കെ നല്ലതാണ്. അപ്പം നിങ്ങളിത് ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് കിട്ടാനൊന്നും പ്രയാസമില്ല. ചെടികൾ വിൽക്കുന്ന കടകളിൽ പോയിട്ട് പ്ലംബോവ എന്ന് ഇംഗ്ലീഷ് നാമം പറഞ്ഞാൽ മതി. അപ്പൊ നന്ദി, നമസ്കാരം. ഇതുപോലെ പുതിയൊരു അറിവിലേക്ക് വരും വരെ.